എല്ലാ കൂട്ടുകാർക്കും ഈ ആഴ്ചയിലെ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇത്തവണ കുറേയധികം അപ്ഡേറ്റ്സ് നമുക്ക് മാർവലിന്റെ ഭാഗത്തുനിന്ന് DC-യുടെ ഭാഗത്തുനിന്ന് അതുകൂടാതെ തന്നെ മൊത്തത്തിൽ ഹോളിവുഡിൽ സംഭവിക്കുന്ന സിനിമകളുടെ സീരീസുകളുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനെ കുറിച്ചും കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ ആഴ്ചയിൽ തന്നെയാണ് സിനിമയും റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ആരുടെയും ടൈമൊന്നും കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിക്കളയാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നേരെ ബോയ്സിന്റെ സീസൺ 5 തന്നെ നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് കുറെ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിരുന്നു അതിന്റെ സീസൺ 4 സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫിനാലെയും കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പോയിലർ ഫ്രീയും അതുകൂടാതെ സ്പോയിലറും ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളത് തന്നെയാണ്. ആ വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. സോ എന്താണ് സീസൺ 5 അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ, നേരത്തെ ഇതുവരെ നമ്മൾ കണ്ടുപോന്നിട്ടുള്ള പോലെ തന്നെ എല്ലാ സീസണിനകത്തും 8 എപ്പിസോഡ് തന്നെയായിരുന്നു. ആൻഡ് 8 എപ്പിസോഡ് തന്നെയായിരിക്കും സീസൺ 5 കാണാൻ പോകുന്നത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ കുറേയധികം ബിഗ് ഹ്യൂജ് കാസ്റ്റിനെ അവർ ഈ ഒരു സീസൺ 5 കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം നവംബറിൽ തന്നെ അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് അടുത്ത വർഷം എന്താണെങ്കിലും ബോയ്സ് ലഭിക്കാൻ പോകുന്നില്ല. 2026 കൂടി മാത്രമേ നമുക്ക് സീസൺ 5 ലഭിക്കുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് സീസൺ 5 കുറച്ചും കൂടി കൂടുതൽ എന്താ പറയണ്ട, ഒരു അപ്പോക്ലിപ്റ്റിക് ആയിരിക്കും, വേൾഡ് ആയിരിക്കും അവർ കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വാർ വരുന്ന കാര്യങ്ങളെല്ലാം അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കും എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഇതായിരിക്കും ഏകദേശം ഒരു പ്ലോട്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് തന്നെ. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ബോയ്സിന്റെ സീസൺ 5 എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഡെഡ്പൂൾ 3 ഡയറക്ടർ ആയിട്ടുള്ള ഷോൺ ലെവിയുടെ ഭാഗത്ത് നിന്ന് തന്നെ. കാരണം പുള്ളിക്കാരന് റീസെന്റ് അവര് അവഞ്ചേഴ്സ് 5 ഡയറക്റ്റ് ചെയ്യാൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അത് റിജക്റ്റ് ചെയ്തു. എന്തിന് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എന്തിനത് റിജക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് എനിക്കിത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ പറഞ്ഞ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാർ വാർസിൻ്റെ ഒരു പുതിയൊരു സിനിമ വരുന്നുണ്ട്, പുള്ളിക്കാരൻ അത് ഡയറക്റ്റ് ചെയ്യാനാണ് കുറച്ചും കൂടി താല്പര്യം. കാരണം അവഞ്ചേഴ്സ് 5 കുറിച്ച് വേറെ കുറേ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം വീഡിയോയുടെ അവസാനത്തേക്ക് തന്നെ. സോ അതിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് നേരെ DC-യിലേക്ക് പോകാം. അവിടെ എന്തൊക്കെയാണ് ജെയിംസ് ഗണ്ണിന്റെ പുതിയ DC യൂണിവേഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പീസ് മേക്കറിന്റെ സീസൺ 2 ഒരു വാൾ ഔട്ട് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പീസ് മേക്കറിനെ അതുകൂടാതെ തന്നെ വൈറ്റ് ഡ്രാഗൺ ആൻഡ് നമുക്ക് മറ്റൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറിനെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആദ്യം ഉണ്ടാകുന്നൊരു ഡൗട്ട്, എങ്ങനെ വൈറ്റ് ഡ്രാഗൺ സീസൺ 2 തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി പുള്ളിക്കാരൻ പറഞ്ഞാന്നല്ലോ സീസൺ 1 ക്യാനൻ അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. കാരണം ഫസ്റ്റ് സീസണിനകത്ത് പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കും മേ ബി ഏറ്റവും വലിയ റീസൺ വൈറ്റ് ഡ്രാഗണിനകത്ത് തിരിച്ചു വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ഇനി ഏതാണ് ഈ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂമേഴ്സ് ഇപ്പോൾ വരുന്ന റിക് ഫ്ലാഗ് ആകാനാണ് സാധ്യത. കാരണം നമ്മൾ DC കോമിക്സിലേക്ക് നോക്കിയാൽ തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇത് തികച്ചും ഒരു ഒറിജിനൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾ സീസൺ 2 പീസ് മേക്കറിന് വേണ്ടി എക്സൈറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്ത് നമുക്ക് വണ്ടർ വുമന്റെ പ്രീക്വൽ ആയിട്ടുള്ള, അതായത് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്ട് ഇപ്പോഴും ഓൺ ഗോയിങ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവർക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ആ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവരത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം കുറച്ചും കൂടി കൂടുതൽ ഇപ്പോൾ കറന്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർമാൻ ലെഗസി തന്നെയാണ്. സൂപ്പർമാൻ ആണ് പുള്ളിക്കാരൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ലീക്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇന്റർനെറ്റ് മൊത്തത്തോടെ സൂപ്പർമാൻ്റെ ലീക്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. ഇങ്ങനെ ബൈക്കിന് സിനിമ മൊത്തത്തോടെ ലീക്ക് ആകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇനി നമ്മൾ DC എൽസ്വേൾഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജോക്കർ 2 കുറിച്ച് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റീസെന്റ് നമുക്ക് അതിൻ്റെ ഒരു ടീസർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആഴ്ചയിൽ നമുക്ക് ജോക്കർ 2 ഒരു ഒഫീഷ്യൽ ട്രെയിലർ WBയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി നമുക്ക് നേരെ സാക്ക് സ്നൈഡർ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം റീസെന്റ് നെറ്റ്ഫ്ലിക്സിൽ കൂടി പുള്ളിക്കാരൻ്റെ സിനിമയായിട്ടുള്ള റെബൽ മൂൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ കട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള റെബൽ മൂണിന്റെ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് റെബൽ മൂണിന്റെ പ്രീക്വൽ ആയിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. കാരണം നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു
അതായത് ഇതിൻ്റെ മറ്റൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇത് തികച്ചും ഒരു പോഡ്കാസ്റ്റ് രീതിയിലായിരിക്കും അവർ റിലീസ് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. സോ ഇനി നമുക്ക് നേരെ സ്ട്രേഞ്ചർ തിങ്സിന്റെ കുറെ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അതിന്റെ ഷൂട്ടിങ്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിന്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുക തന്നെയാണ്. ഇപ്പൊ കറന്റ് അവർ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഷൂട്ടിങ്ങിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെ. റീസെന്റ് നമുക്ക് അതിന്റെ കുറേയധികം BTS ലീക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഷോൺ ലെവേ ആയിരിക്കും ഇതിന്റെ കുറച്ച് എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒബ്വിയസ്ലി എന്താ പറയുക ഡഫർ ബ്രദേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള എപ്പിസോഡും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. മേ ബി ചിലപ്പോൾ ഇതായിരിക്കും ഷോൺ ലിവിയുടെ ഒരു റീസൺ മിക്കവാറും അവഞ്ചേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതും സ്റ്റാർ വാർസും കൂടിയൊക്കെ പുള്ളിക്കാരന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ സീസൺ 5യുടെ ഷൂട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് ഇത് മിക്കവാറും ഈ ഒരു എന്താ പറയണ്ട സ്ട്രേഞ്ചർ തിങ്സിന്റെ ലാസ്റ്റ് സീസൺ ആകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ മാർവലിലേക്ക് പോകാൻ. നമ്മുടെ തൊപ്പി അണ്ണൻ കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. കെവിൻ ഫീജി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്മാനെ കുറിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പുള്ളിക്കാരൻ ആക്ച്വലി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എന്താണെങ്കിലും മ്യൂട്ടൻസിനെ മാർവലിൽ കാണാൻ സാധിക്കുന്നത് തന്നെ. പക്ഷെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണെങ്കിലും ഒരു ഫുൾ ഫ്ലെജ് ആയിട്ടുള്ള ഒരു എക്സ്മാൻ്റെ സിനിമ ലഭിക്കുമെന്നാണ് ഇപ്പോഴും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് റീസെന്റ് വേറൊരാളും ഒരു അപ്ഡേറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ 4നെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ സ്പൈഡർമാൻ 4ന്റെ റൈറ്റിംഗ് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫൈനൽ ഡ്രാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞ് എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് മൊത്തത്തിൽ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം പറയൂ എന്നാണ് കെവിൻ ഫീജി പറയുന്നത് തന്നെ. അതായത് എന്ന് പറഞ്ഞാൽ എക്സ്മാൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഇതില്ല നമുക്കിപ്പോൾ. അത് കുറേ കാലം കഴിഞ്ഞ് സംഭവിക്കും. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പക്ഷേ സ്പൈഡർമാൻ 4 എന്തായാലും സംഭവിക്കും. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് അവർ ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവർ ഇതാണ് പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സോണി മാർവലായിട്ടും കുറേയധികം ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. സോണിക്ക് ഇത് ഭയങ്കര വലിയൊരു സിനിമയാക്കാനാണ് സോണിക്ക് ആഗ്രഹം. പക്ഷേ മാർവലിന് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് അപ്രോച്ചാണ്, കണ്ടറിയാം. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഡെഡ്പൂൾ 3ന്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ജൂലൈ 26 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ റീസെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവലിന്റെ കോമിക് കോൺ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് കെവിൻ ഫീജിയുടെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഹാൾ ഉണ്ടാവും. ആൻഡ് അവർ അതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് റയാൻ റെനോൾഡ്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് റയാൻ റെനോൾഡ്സും ഹ്യൂ ജാക്മാനും ഇനി എന്നാണ് പുതിയൊരു മാർവൽ സിനിമയിൽ വരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും റയാൻ റെനോൾഡ്സ് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഓപ്പൺ തന്നെയാണ്. അതായത് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഡെഡ്പൂൾ 3ന്റെ ഫൈനൽ ട്രെയിലറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള അവഞ്ചേഴ്സിന്റെ ഒരു ഫൈനലി ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അവഞ്ചേഴ്സ് 5 ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർവലിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല റൂസോ ബ്രദേഴ്സ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റൂസോ ബ്രദേഴ്സ് തന്നെയായിരുന്നു നമുക്ക് വിന്റർ സോൾജർ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റൂസോ ബ്രദേഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽസിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡൗട്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അവരുടെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇതാണ് നമുക്കിപ്പോൾ അവഞ്ചേഴ്സ് 5നെ കുറിച്ചിട്ടുള്ള കിട്ടിയിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ്. ആൻഡ് മാർവൽ തന്നെ പറയുന്നുണ്ട് അവഞ്ചേഴ്സ് 5ഉം അതുകൂടാതെ തന്നെ സീക്രട്ട് വാർസും രണ്ടും ഇവർ തന്നെയായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഇനി അവഞ്ചേഴ്സ് 5നെ കുറിച്ച് നമുക്ക് വേറെ കുറച്ചധികം പുതിയൊരു എന്താ പറയേണ്ട ഒരു പ്രോഗ്രസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ട് നേരത്തെ നമുക്കറിയാം കാങ് ഡൈനാസ്റ്റി എന്നായിരുന്നു സിനിമ അവർ ആക്ച്വലി പേരിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ചും കൂടി കൂടുതൽ കാങ്ങിൻ്റെ ക്യാരക്ടറിനെ ആയിരുന്നു അവർ ആ ഒരു സിനിമയ്ക്കകത്ത് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് നമുക്കിപ്പോൾ അറിയാം കാങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് 5 സിനിമ കാങ്ങിനെ ആയിരിക്കില്ല ഫോക്കസ് ചെയ്യാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു വേരിയന്റ് ഓഫ് ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടറിനെ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി ആരാണ് ആ ഒരു വേരിയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, അയൺമാൻ്റെ ഡോക്ടർ ഡൂമിന്റെ വേരിയന്റ് ആണ് അവർ ഈ സിനിമയ്ക്കകത്ത് ഫീച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നാണ് പറയുന്നത്. യെസ്,
എവിടെ നോക്കിയാലും ഇപ്പോൾ അയൺമാൻ തന്നെയാണ്. ഇനിയിപ്പോൾ അയൺമാനെ അവർ വില്ലനാക്കി മാറ്റിയെടുക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് കണ്ടറിയാം ഇതെല്ലാം റൂമേഴ്സ് ആണോ ഇല്ലയോ, അതോ റോബർട്ട് ഡൗണി ജൂനിയർ തന്നെ തിരിച്ചു വരുമോ, അതോ ഇത് വേറെ എൽസ് വേൾഡിലുള്ള ഒരു അയൺമാൻ ആയിരിക്കുമോ ഡൂം ആകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഈ കൺസെപ്റ്റിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, റൂമേഴ്സ്, ഫാക്ട്സ്, കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഇതിനകത്ത് ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഏതൊരു ന്യൂസാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. So once again, thank you so much for watching this video, guys. Stay safe, guys. Stay awesome. See you guys next episode. Watch.